Good evening. AZB അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ SSC എക്സാം ഓരോ ദിവസം പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വെണ്ടർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ TCS ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന SSC എക്സാംസിൻ്റെ വെണ്ടർ. അവരായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വെണ്ടർ ചേഞ്ച് എല്ലാവരും അറിഞ്ഞു കാണും. ഇക്വിഡേറ്റി കരിയർ ടെക്നോളജീസ് ആണ് പുതിയ വെണ്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം സെൻറ്റേഴ്സ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത ടൈമിൽ കൊടുത്ത സെൻറ്റേഴ്സ് അല്ല പലർക്കും ഇപ്പോൾ വരാൻ പോകുന്ന എക്സാംസിന് സെൻറ്ററായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത ഇനി SSCയുടെ വരാൻ പോകുന്നത് സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാംസ് ആണ്. അപ്പോൾ അപ്ലൈ ചെയ്ത ഒരുവിധം എല്ലാവർക്കും അവർ അപ്ലൈ ചെയ്ത സെൻറ്ററിൽ നിന്നും നല്ല ഡിസ്റ്റൻസ് അറൗണ്ട് 500 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ നോർത്തിലോട്ട് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. അതായത് വെസ്റ്റ് ബംഗാളൊക്കെ അപ്ലൈ ചെയ്തവർക്ക് ജാർഖണ്ഡിലാണ് സെൻറ്റർ വന്നിട്ട്, അതായത് തൊട്ടടുത്ത സ്റ്റേറ്റിലാണ് എക്സാം സെൻറ്റർ വന്നിട്ടുള്ളത്. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും അപ്ലൈ ചെയ്തവർക്കൊന്നും അവർ അപ്ലൈ ചെയ്ത എക്സാം സെൻറ്റേഴ്സ് വളരെ വിരളമായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വിഡേറ്റി ഈ വർഷമാണ് അവരുടെ SSCയുടെ വെൻഡറായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ വർഷം മുതലാണ് അവർ SSC എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പുതിയ ഇൻ്റർഫേസ് എല്ലാം അവരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവർ അധികം എക്സാം സെൻറ്റേഴ്സുമായിട്ടൊന്നും ഇതുവരെയും ടൈപ്പിൽ വന്നിട്ടില്ല. വളരെ കുറച്ച് സെൻറ്റേഴ്സായിട്ട് മാത്രമേ ടൈപ്പിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സെൻറ്റേഴ്സ് വളരെ കുറവാണ് ഇക്വിഡേറ്റിക്ക്. ആ ഒരു സെൻറ്റേഴ്സ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. SSC എക്സാം അപ്ലൈ ചെയ്തവർ സെൻറ്റർ നിങ്ങൾക്ക് 10 ദിവസം മുൻപ് സിറ്റി ഇൻറ്റിമിഡേഷൻ കിട്ടും. അപ്പോൾ സിറ്റി ഏതാണെന്ന് അറിഞ്ഞാൽ പോകാനുള്ള ടിക്കറ്റ്, ഇപ്പം ട്രെയിനിലാണെങ്കിൽ അതൊക്കെ ബുക്ക് ചെയ്തോളൂ. കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസിന് എന്തായാലും നമുക്കൊരു മാറ്റവും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്നത് ഇനിയുള്ള എക്സാംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മെയിലോ എന്തെങ്കിലും ഇഷ്യൂ റേസ് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ളവർ മുന്നേ കൂട്ടി 10 ദിവസം മുന്നേ കൂട്ടി നിങ്ങൾക്ക് സിറ്റി അറിയാൻ പറ്റും. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതായിരിക്കും. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അതൊന്നും ഇനി വരാൻ പോകുന്ന എക്സാംസ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ. സെൻറ്റേഴ്സ് വളരെ ലിമിറ്റഡ് ആണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നേരത്തെ TCS കണ്ടക്ട് ചെയ്തിരുന്നപ്പോൾ എല്ലായിടവും സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ നമ്മുടെ നേറ്റീവ് പ്ലേസിൽ തന്നെ അത്യാവശ്യം സെൻറ്റേഴ്സൊക്കെ ഒരുപാടുണ്ട്. ബട്ട് ഇപ്പോഴത്തെ കേസിൽ സെൻറ്റേഴ്സ് വളരെ കുറവാണ്. നമ്മുടെ ഇത്രയും സെൻറ്റേഴ്സ് മാത്രമേ കറൻ്റ്ലി നമ്മുടെ കേരളത്തിൽ ഇക്വിഡേറ്റി ടൈപ്പ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് സെൻറ്റേഴ്സിൽ ഇപ്പം ട്രിവാൻഡ്രത്ത് 2 സെൻറ്റേഴ്സ് മാത്രമേ SSC എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂർ 2 സെൻറ്റേഴ്സ്, കൊല്ലത്ത് ഒരു സെൻറ്റർ പോലും ഇല്ല. അപ്പം കൊല്ലം കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലൈ ചെയ്തവർക്ക് മാംഗ്ലൂരാണ് സെൻറ്റർ കിട്ടിയത്. അതായത് മംഗലാപുരമാണ് സെൻറ്റർ കിട്ടിയത്, തൊട്ടടുത്ത സ്റ്റേറ്റിൽ അല്ലെ കർണാടകത്തിലാണ് സെൻറ്റർ വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കൊല്ലം അപ്ലൈ ചെയ്താൽ കൊല്ലം ഇവിടെ സെൻറ്റർ ഇല്ല. അതുകൊണ്ട് തന്നെ അവരടുത്ത സ്റ്റേറ്റിൽ മാത്രമേ അവർക്ക് സെൻറ്റർ കൊടുക്കുകയുള്ളൂ. അതുപോലെ കാലിക്കറ്റ് 3 സെൻറ്റേഴ്സ് ഉണ്ട്, കോട്ടയം 1 സെൻറ്റർ, എറണാകുളം 1 സെൻറ്റർ. അപ്പോൾ സെൻറ്റേഴ്സ് വളരെ ചുരുക്കമാണ്, ഒരുപാട് സെൻറ്റേഴ്സ് ഒന്നുമില്ല. ട്രിവാൻഡ്രം അപ്ലൈ ചെയ്തവർക്ക് കുറച്ച് പേർക്ക് മാത്രം ട്രിവാൻഡ്രം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ട്രിവാൻഡ്രം അപ്ലൈ ചെയ്തവർക്ക് കാലിക്കട്ടാണ് സെൻറ്റർ. നിങ്ങൾ നോക്കിയാൽ അറിയാം, കാലിക്കട്ടേ ഉള്ളൂ. ആകെ 3 സെൻറ്റേഴ്സ് വരുന്നത് കാലിക്കട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ലിമിറ്റഡ് ആണ്. ട്രിവാൻഡ്രം 2 സെൻറ്റേഴ്സേ ഉള്ളൂ. എറണാകുളം കോട്ടയം എല്ലാം ഓരോ സെൻറ്റേഴ്സ് വീതമേ ഉള്ളൂ. അപ്പം ഈ തൃശ്ശൂരൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ കാലിക്കട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉടുപ്പിയിലൊക്കെ സെൻറ്റേഴ്സ് വരുന്നവരുണ്ട്. ഈ കേരളം സെൻറ്റേഴ്സ് ചുരുക്കമായതുകൊണ്ട് തന്നെ ഇവിടെ അപ്ലൈ ചെയ്തവർക്ക് അവിടെ സെൻറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് പോകുന്നത് ഈ ഉടുപ്പി, അതുപോലെ തന്നെ മംഗലാപുരം അങ്ങനെയുള്ള പ്ലേസിലൊക്കെ ആയിരിക്കും നെക്സ്റ്റ് അവർ സെൻറ്റേഴ്സ് കൊടുക്കുന്നത്. മൈസൂർ, മാംഗ്ലൂർ, ഉടുപ്പി അവിടെയൊക്കെ ആയിരിക്കും സെൻറ്റേഴ്സ് കൊടുക്കുക. അപ്പം നോക്കുമ്പോൾ ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിലൊന്നും സെൻറ്റേഴ്സ് ഇല്ല. അപ്പം നിങ്ങൾ ട്രിവാൻഡ്രം നോക്കി കൊടുക്കുക. ആ ട്രിവാൻഡ്രം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ട്രിവാൻഡ്രം തന്നെ കിട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് അങ്ങനെയുള്ള ഇത് കിട്ടാം. പിന്നെ ദൂരോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. ആ 10 ദിവസം മുൻപ് സിറ്റി ഇൻറ്റിമിഡേഷൻ വരുമ്പോൾ തന്നെ സിറ്റി എവിടാന്നൊക്കെ നോക്കി എക്സാം പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താം. കാരണം ഈ ഒരു ടൈമിൽ നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഈ ഒരു എക്സാംസ്, ഈ ലെവൽ ഓഫ് എക്സാംസ്, അതായത് സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്, CHSL, CGL വരുന്നു, MTS, ഇതെല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. കാരണം ഇക്വിഡോക്സ് ഇനിയും ടൈപ്സ് വരുന്നുണ്ട്. കറൻ്റ്ലി ഇത്രയും സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പോയി അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. വരുന്ന എക്സാംസ് ഈ ഒരു ലെവൽ ഓഫ് എക്സാംസ് കഴിഞ്ഞ് വരുന്നതിന് ഒരു പക്ഷേ അവർ കൂടുതൽ സെൻറ്റേഴ്സ്
കൊണ്ടുവരാം, ഭാവിയിൽ കൂടുതൽ സെൻറ്റേഴ്സ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഈ നോർത്തിലൊക്കെ ഈ വെസ്റ്റ് ബംഗാൾ റേസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തവർക്കെല്ലാം വന്നിട്ടുള്ളത് റാഞ്ചിയിലാണ് സെൻറ്റേഴ്സ് വന്നിട്ടുള്ളത്, തൊട്ടടുത്ത സ്റ്റേറ്റിലാണ് വന്നിട്ടുള്ളത്. ഗുജറാത്തിൽ അപ്ലൈ ചെയ്തവർക്ക് മുംബൈയിലാണ് എക്സാം സെൻറ്റർ. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ആ ഒരു ഡിസ്റ്റൻസ് 1500 കിലോമീറ്റർ വ്യത്യാസമുണ്ട് അപ്ലൈ ചെയ്ത സെൻറ്റേഴ്സ് തമ്മിൽ. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ നിങ്ങളുടെ സിറ്റി നോക്കുക, സിറ്റി നോക്കി ആ എക്സാമിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അപ്കമിങ് എക്സാംസ് വരുമ്പോൾ ഇനി അങ്ങോട്ട് ഇക്വിഡോക്സ് പുതിയ സെൻറ്റേഴ്സ്, ഇക്വിഡിറ്റി പുതിയ സെൻറ്റേഴ്സ് കൊണ്ടുവരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ഈ ഡിസ്റ്റൻസ്, ഈ എക്സാം സെൻറ്റേഴ്സിൻ്റെ ചേഞ്ച് അത്രത്തോളം വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എക്സാം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. SSC MTS നാളെ കൂടെയുള്ള എക്സാം അറ്റൻഡ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 24 അപ്പോൾ നാളെ കൂടെ മാത്രമേ നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് എക്സാം അപ്ലൈ ചെയ്യുക, നല്ല രീതിയിൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് നടത്തുക. AZB അക്കാഡമി SSC MTS 2025 വേണ്ടിയിട്ട് ഒരു 2 months ക്രാഷ് കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. 60 ദിവസത്തെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഹോൾ സിലബസ് SSCക്ക് വേണ്ടിയിട്ടുള്ള MTSന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസും 2 മാസം കൊണ്ട് ഫുൾ കവർ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി നിങ്ങളെ ഫുള്ളി പ്രിപ്പയർഡ് ആക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വിത്ത് PYQ സെഷൻസ് ഉണ്ടാകും, റിവിഷൻ സെഷൻസ് ഉണ്ടാകും, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്. അപ്പോൾ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് SSC MTS 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഫുള്ളി പ്രിപ്പയർഡ് ചെയ്യാനുള്ള നമ്മുടെ കോഴ്സാണ് SSC MTS 2025 ക്രാഷ് കോഴ്സ്, 60 days ക്രാഷ് കോഴ്സ്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കോഴ്സ് പർച്ചേസ് ചെയ്യുക. കോഴ്സിൻ്റെ ഫീസ് 1499 ആണ്. ആ 1499 കൊണ്ട് നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് സിലബസും ആ 2 മാസം കൊണ്ട് കവർ ചെയ്യുകയാണ്. പ്ലസ് എക്സ്ട്രാ ഡൗട്ട് ക്ലിയറൻസ് സെഷനും ലൈവ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ബെനിഫിറ്റ് ആയിരിക്കും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, എസ്പെഷ്യലി മലയാളം മീഡിയം പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. നമ്മുടെ കോഴ്സസ് എല്ലാം നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. സോ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് ഫില്ല് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്